ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പരിശുദ്ധമായ റമളാനു ശരീഫിലെ മഗ്ഫിറത്തിന്റെ 10-ൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പറയേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. ആ ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ്. ഏതാണ് ആ ഇസ്തിഗ്ഫാർ, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, അതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാവും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, എല്ലാവരുടെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പരിശുദ്ധമായ റമളാനു ശരീഫിലെ 2-ാമത്തെ 10-ലാണ്. എന്താണ് 2-ാമത്തെ 10-ന്റെ പ്രത്യേകത? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വഔസതുഹു മഗ്ഫിറ. മഗ്ഫിറത്തിന്റെ 10-ആണ്, പാപമോചനത്തിന്റെ 10-ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 2-ാമത്തെ 10-ൽ, മഗ്ഫിറത്തിന്റെ 10-ൽ ഒരു പ്രാവശ്യമെങ്കിലും നാം ചൊല്ലിയിരിക്കേണ്ട അത്ഭുതകരമായ ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. ആ ഇസ്തിഗ്ഫാർ ഏതാണെന്നും ആ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾക്കറിയാം ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൽക്കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്ന ആളുകളെ, ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളെ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്ന ആളുകളോട് അല്ലാഹുവിന് പെരുത്ത ഇഷ്ടമാണെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഇഷ്ടം നമ്മൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ, അല്ലാഹുവിൻ്റെ ഇഷ്ടം കരഗതമാക്കണമെങ്കിൽ തൗബ അധികരിപ്പിക്കണം, ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചെല്ലണമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മഹാനായ നബി തങ്ങൾ കാരണമാണ് അല്ലാഹു ഈ സ്വർഗവും ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾക്ക് അല്ലാഹു നൽകുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും മുത്തുനബിയിലൂടെയാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മുത്തുനബി പറയാണ്, അല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറു വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു ദിവസത്തിൽ ഞാൻ 70-ലേറെ പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുകയും അതുപോലെ തന്നെ തൗബ ചെയ്യുകയും ചെയ്യുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണ് മുത്തുനബി? ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല, ലോകത്തിന്റെ നേതാവാണ്. ആ മുത്തുനബി 70-ലേറെ പ്രാവശ്യം തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ദിവസത്തിൽ നാം എത്ര പ്രാവശ്യം തൗബ ചെയ്യേണ്ടി വരും? 70 അല്ല, 70,000 ചെയ്താലും മതിയാവൂല. കാരണം ഓരോ ദിവസവും ഓരോ തെറ്റുകുറ്റങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാവ് കൊണ്ട്, കണ്ണുകൊണ്ട്, വായ കൊണ്ട്, കൈ കൊണ്ട്, കാലുകൊണ്ട്, ചിന്ത കൊണ്ട് എത്രയെത്ര തിന്മകളാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇസ്തിഗ്ഫാറുകൾ നാം അധികരിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണേ, ഇസ്തിഗ്ഫാർ ചെല്ലണേ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം തൗബ ചെയ്യലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ, അല്ലെങ്കിൽ രക്ഷപ്പെടൂല. ഈ ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിക്കപ്പെടും. അതുകൊണ്ട് തൗബ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, ഇസ്തിഗ്ഫാർ ചൊല്ലല് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി പറയാണ്, അല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി, അവന്റെ അടിമയുടെ തൗബ കൊണ്ട് അല്ലാഹു ഏറ്റവും സന്തോഷിക്കുന്നവനാണ്. അപ്പൊ നമ്മൾ തൗബ ചെയ്ത അല്ലാഹുവിന് ഇത് വലിയ ഇഷ്ടമാണ്. തൗബ ചെയ്യുക എന്ന് പറയുന്നത്, ഇസ്തിഗ്ഫാർ പറയുക എന്ന് പറയുന്നത്, അത് അഹങ്കാരമില്ലാത്തവന്റെ സ്വഭാവമാണ്. അഹങ്കാരമുള്ള ആളുകളാണ് തെറ്റിങ്ങനെ ചെയ്ത് നടക്കുക, തൗബയും ചെയ്യൂല, അവനക്കൊരു സങ്കടമില്ല, അങ്ങനെ ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ ചെയ്തു നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വഭാവങ്ങളെ തൊട്ട് സാധുക്കളായ നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. അത്
നമ്മളെ ജീവിതത്തിൽ ഈ നടുവിലെ പത്തിൽ പരിശുദ്ധമായ റമളാനു ശരീഫിലെ മഗ്ഫിറത്തിന്റെ പത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പറയണം. അതല്ല എല്ലാ ദിവസവും പറയാൻ കഴിയെങ്കിൽ അത് വളരെ ഉഷാറായി, വളരെ റാഹത്തായി ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ആ ഇസ്തിഗ്ഫാറിന്റെ പേര് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ്, ഇസ്തിഗ്ഫാറുകളുടെ നേതാവെന്നാണ്. ഏതാണെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. കഴിയുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. എല്ലാവരും ഒന്നുകൂടെ ചൊല്ലിയും എൻ്റെ കൂടെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഒന്നുകൂടെ നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്തിഗ്ഫാറാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ അൻത റബ്ബി നീ എൻ്റെ റബ്ബാണ്, ലാ ഇലാഹ ഇല്ലാ അൻത നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല, ഖലഖ്തനി നീ എന്നെ പടച്ചു, വ അന അബ്ദുക ഞാൻ നിന്റെ അടിമയാണ്, വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു ഞാൻ എൻ്റെ കഴിവനുസരിച്ച് നിന്നോടുള്ള കരാറും വാഗ്ദാനവും അനുസരിച്ച് ജീവിക്കുന്നു. അഊദു ബിക മിൻ ശർരി മാ സനഅതു ഞാൻ ചെയ്ത ദോഷത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി എനിക്ക് നീ ചെയ്ത അനുഗ്രഹങ്ങളും എൻ്റെ പാപങ്ങളും നിന്നോട് ഞാൻ സമ്മതിക്കുന്നു അല്ലാഹ്. അല്ലേ, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അല്ലാഹുവിനോട് സമ്മതിക്കുകയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് ഫഗ്ഫിർലി എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്ന മറ്റാരുമില്ല. അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ അർത്ഥവും മനസ്സിൽ കരുതിയിട്ട് ആത്മാർത്ഥമായി എൻ്റെ പ്രിയമുള്ളവരെ ധാരാളം പ്രാവശ്യം, കഴിയുമെങ്കിൽ ഒരു 10 പ്രാവശ്യം, ഒരു 33 പ്രാവശ്യം, അതല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നാം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അർഹമുർറാഹിമീനായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാറുകൾ നടത്താതിരുന്നു കഴിഞ്ഞാൽ, തൗബ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ റിസ്ക് വരെ അല്ലാഹു തടഞ്ഞു വെക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊറുക്കണേ അല്ലാഹ്. സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ അല്ലാഹ്. നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. നിനക്ക് വഴിപ്പെടാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിന്നെ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഇബാദത്തുകൾ ചെയ്യാനുള്ള മടികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ പല മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിലൊക്കെ പങ്കെടുത്തോളും. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ തിരക്കൊഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മളെ മജ്ലിസിൽ കേൾക്കുക, ചെല്ലുന്ന ദിക്റുകളൊക്കെ പതിവാക്കുക. കാരണം എല്ലാ സമയത്തും ചെല്ലാൻ പറ്റുന്ന
ദിക്റുകളും ദുആകളുമാണ് നമ്മളെ മജ്ലിസിൽ പഠിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.